ആർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ, സപ്പോർട്ട്സ് ഡിഫറെൻറ്റ് ലെവൽസിലാണെങ്കിൽ എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞത് ഇക്വിലിബ്രിയം കണ്ടീഷൻസിൻ്റെ കാര്യം പറഞ്ഞു, രണ്ടാമത് പോയിന്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് എങ്ങനെയാണെന്ന് പറഞ്ഞു, UDL എൻറ്റയർ സ്പാൻ UDL എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ടവേഴ്സിന് എന്തല്ല അല്ലെങ്കിൽ കേബിൾസിന് സപ്പോർട്ട് കാണുമല്ലോ, ആ സപ്പോർട്ടിൻ്റെ ലെവൽ ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ എല്ലാ കണ്ടീഷനും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത് സപ്പോർട്ട്. ഇനി ഇപ്പോൾ സപ്പോർട്ടിൻ്റെ ലെവൽസ് ഡിഫറെൻ്റ് ആണെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യാസം, അതിൽ എന്തൊക്കെ ഇക്വേഷൻസ് വരും എന്നാണ് നോക്കുന്നത്. ഇതിൽ ഇക്വേഷൻസ് ഇപ്പോൾ ഈ ഡെറിവേഷനൊന്നും പറ്റാത്തവർക്ക് ഇക്വേഷൻസ് നോക്കിയിരുന്നാലും ജയിക്കാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് ഇത് അവിടുത്തെ y ആണ്. y എന്ന് പറയുമ്പോൾ WX²/2h ചെയ്താൽ മതി. പിന്നെ H1 കാൽക്കുലേറ്റ് ചെയ്യണം, WL1²/2h, H2 WL2²/2h. H1/H2 എന്ന് പറയുന്നത് L1²/L2² ആണ്. റൂട്ട് വരുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ എഴുതാം. ഇനി ഇതിൽ നിന്ന് L1 L2 ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. കോമൺ L എന്ന് പറഞ്ഞാൽ L1 + L2 ആണ്. മിക്കവാറും L നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് L1 L2 ഒക്കെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നുണ്ടാവുക. പിന്നെ H WL²/√H1 + √H2² എന്ന് പറയുന്നൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ടോട്ടൽ ലെങ്ത് സ്മോൾ l + 2/3 H1² + L1 + 2/3 H2²/L2. ഇതാണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വച്ചേക്കാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. എ കേബിൾ ഈസ് സസ്പെൻഡഡ് ഫ്രം എ പോയിൻറ്റ് AB വിച്ച് ആർ 80 meter apart and are at different levels. Point AB the 5 meter. Point A എന്ന് പറയുന്നത് AB 5 meter vertically higher than the point B and the lowest point on the cable is 10 meter below. A cable is subjected to UDL is 30 kilonewton per meter over the horizontal span 80 meter. Determine the horizontal and vertical reactions at each end and also the maximum tension in the cable. Okay, ഫിഗർ മാക്സിമം സ്വന്തമായി തന്നെ വരയ്ക്കാൻ ശ്രമിക്കാം. പിന്നെ ഗിവൺ ഡേറ്റാസ് എഴുതുക. നമുക്ക് തന്നിട്ടുള്ള H1 തന്നിട്ടുണ്ട്, H2 തന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ വരയ്ക്കാൻ നോക്കുക. ദെൻ L എങ്ങനെയാണെന്നും നമുക്ക് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമ്മൾ നേരത്തെയുള്ള ഇക്വേഷനിൽ പോവുക. L1/L2 = √H1/√H2. H1 അറിയാം, H2 അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് വെച്ച് L1/L2 റേഷ്യോ, ആ L1/L2 എന്ന് പറയുന്നത് നമുക്ക് √2 ആയിട്ട് കിട്ടിയ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. L1 = √2 × L2 ആയിട്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് L1 + L2 എന്ന് പറയുന്നത് 80 ആണ്. ടോട്ടൽ ലെങ്ത് 80 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ =80. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, L1ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. L1ൻ്റെ വാല്യൂ നമ്മൾ √2 L2 എന്ന് കിട്ടി, പ്ലസ് L2 = 80. അപ്പം √2 + 1 എന്ന് പറയുന്നത് എത്രയാണ്, 2.41 ആണ്. √2 + 1 എന്ന് പറയുന്നത്. ഇത് സോൾവ് ചെയ്ത് വരുമ്പം ലാസ്റ്റ് L1ൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ആ L1 കിട്ടി. L1 വെച്ചിട്ട് തന്നെ നമുക്ക് L2ഉം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോറി, L2ൻ്റെ വാല്യൂ ആണ് ആദ്യം കിട്ടുന്നത്, അത് വെച്ച് നമുക്ക് L1 കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ H = WL1²/2H1 എന്നുള്ള ഇക്വേഷനിൽ H കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാം നോൺ വാല്യൂസ് തന്നെയാണ്. അതിനുശേഷം VA VB കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ടെൻഷൻ കണ്ടുപിടിക്കുന്ന സമയത്ത് √VA² + H² എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് മാക്സിമം ടെൻഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. വളരെയധികം എളുപ്പമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നും തന്നെ പുറത്തുനിന്നുള്ള നമ്മൾ കാൽക്കുലേഷൻസ് അസ്യൂം ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. ഫുൾ ഇക്വേഷൻസ് അറിയാമെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.